ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനെതിരായ വിവാദത്തിൽ തുടർ നടപടികൾ വേണ്ടെന്ന് എസ്.പിക്ക് നിർദ്ദേശം. പോലീസുകാർക്കെതിരായ പരാതികളിലും നടപടിയുണ്ടാവില്ല. പോലീസ് നടപടികളിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് വിലയിരുത്തൽ. പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച പരാതികൾ DGP കൊല്ലം റൂറൽ എസ്.പിക്ക് കൈമാറി. ബിന്ദുമേനോന്റെ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പരാതിയില്ലെന്ന് മാധ്യമങ്ങളിൽ വന്ന ബിന്ദുവിന്റെ പ്രതികരണം കണക്കിലെടുക്കാനും നീക്കം. അതേസമയം മന്ത്രിക്കെതിരെ ഇന്നും ശക്തമായ പ്രതിഷേധം ഉണ്ടാകാനാണ് സാധ്യത. പരാതിയില്ലെന്ന് ബിന്ദുമേനോൻ വ്യക്തമാക്കിയെങ്കിലും പത്തനാപുരം മണ്ഡലത്തിൽ വിഷയം സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണമെന്ന് ഗണേഷ് കുമാറിന് CPM നേതാക്കൾ നിർദ്ദേശം നൽകി. 5000 പ്രേമം, അത് പ്രശ്നമായി. ഗണേഷ് കുമാർ രാജിവെക്കും വരെ സമരം തുടരാനാണ് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. ധാർമ്മികത കൽപ്പിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഗണേഷ് കുമാറിന്റെ രാജി എഴുതി വാങ്ങണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് തുടരാൻ ഒരു കാരണവശാലും അർഹനല്ല. ധാർമ്മികത എന്ന ഒരു വാക്കിന് എന്തെങ്കിലും ഒരു അർത്ഥം ഇടതുപക്ഷം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ രാജി എഴുതി വാങ്ങണം. PT കുഞ്ഞുമുഹമ്മദിൻ്റെ പരാതി 13 ദിവസക്കാലം മൂടിവെച്ചു. എന്നതുപോലെ തന്നെ ഇവിടെയും 3 ദിവസക്കാലം മൂടിവെച്ച് അദ്ദേഹത്തിന് ഈ വിഷയം സെറ്റിൽ ചെയ്യാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തത് ഇതേ സർക്കാരാണ്. TV പ്രസാദും ഹരിമോഹനും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് ഹരി. ഗുഡ് മോർണിംഗ് TV പ്രസാദ് വൺസ് അഗൈൻ. ഹരി, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇനി തുടർ നടപടികൾ വേണ്ടതില്ല എന്ന നിലപാടാണോ പോലീസിനുള്ളത്? കാരണം പരാതിക്കാരിക്ക് പരാതിയില്ല. പരാതിക്കാരി സ്വന്തം ഭർത്താവുമായിട്ട് ഉള്ള ഒരു വഴക്ക്, അത് മാധ്യമങ്ങളിൽ വരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലൊരു കുറ്റകൃത്യം നടന്നതായി പരാതിക്കാരി മൊഴി നൽകാത്ത പക്ഷം അന്വേഷണം തുടർന്നാലും പോലീസ് വെട്ടിലാവൂലേ? അപ്പോൾ തുടർ നടപടികൾ അവസാനിപ്പിക്കാനാണോ പോലീസിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഹരി? അരുൺ, തീർച്ചയായിട്ടും സാധാരണ ഈ കൺട്രോൾ റൂമിലേക്ക് വരുന്ന കോളുകൾ ആ വിളിക്കുന്ന ആളുകളുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്ന ഒരു നടപടി. പക്ഷേ ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു മൊഴിയെടുപ്പ് വേണ്ടതില്ല. അതായത് ബിന്ദുമേനോന്റെ കൺട്രോൾ റൂമിൽ വിളിച്ച ബിന്ദുമേനോന്റെ മൊഴി രേഖപ്പെടുത്തേണ്ട എന്നുള്ള ആ തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള പരാതികൾ പോലീസ് ആസ്ഥാനത്തും കൊല്ലം റൂറൽ SP ഓഫീസിലുമായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ പോലീസ് ആസ്ഥാനത്ത് ലഭിച്ച പരാതികൾ കൂടി കൊല്ലം റൂറൽ SPക്ക് ഫോർവേഡ് ചെയ്ത് നൽകി. പക്ഷേ ആ പരാതികൾ റൂറൽ SPയുടെ ഓഫീസിൽ വെച്ചിരുന്നാൽ മതി, അതിൽ തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ പരാതികൾ എന്ന് പറയുന്നത് കെ.ബി. ഗണേഷ് കുമാറിനെതിരെയും മാത്രമല്ല, പോലീസിനും വീഴ്ച സംഭവിച്ചു. അതായത് എയ്ഡ് പോസ്റ്റിലെ ഉദ്യോഗസ്ഥരും പിങ്ക് പോലീസും ഈ സംഭവം നടന്ന സ്ഥലത്ത് ബിന്ദുമേനോന്റെ ഫോൺ കിട്ടിയത് പ്രകാരം ചെന്നെത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് പിന്നീട് കൂടുതലായിട്ടുള്ള റിപ്പോർട്ടുകൾ മുകളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ പോലീസിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടി ചില പരാതികൾ എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ല. കൃത്യമായി അവർ ആ സ്ഥലത്തെത്തിക്കൊണ്ട് എന്താണ് നടന്നതെന്ന് അന്വേഷിച്ച് പിന്നീട് പരാതിയില്ലാത്തതിനാൽ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇന്റലിജൻസിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഒക്കെ റിപ്പോർട്ടായി ലഭിച്ചത്. അതുകൊണ്ട് പോലീസിനും വീഴ്ചയില്ല. അതുകൊണ്ട് ലഭിച്ച പരാതികളിൽ ഒന്നും തന്നെ കേസെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തരത്തിലുള്ള തുടർ നടപടികളും സ്വീകരിക്കേണ്ടതില്ല. ബിന്ദുമേനോൻ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ സംസാരിച്ചതൊക്കെ എന്താണോ അതൊക്കെ തന്നെ ഒരു മുഖവിലക്ക് എടുത്തുകൊണ്ട് ആ തരത്തിലേക്ക് മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. അതായത് പരാതിക്ക് താൻ ഇനി പോകില്ല എന്നുള്ളതാണ് ബിന്ദുമേനോൻ ഏറ്റവും ഒടുവിലായി പറഞ്ഞത്. അത് കണക്കിലെടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഒരു മൊഴി എടുക്കാതെ അവർ ഈ പരാതിക്ക് പോവില്ല എന്നുള്ള ഒരു നിലപാടിലായതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാതെ മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. സംസ്ഥാന പോലീസ് മേധാവി കൊല്ലം റൂറൽ SPക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും അത് തന്നെയാണ്. അരുൺ. ഓക്കെ.